ES ട്രാവലിൻ്റെ ഒരു പുതിയ ട്രക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഫോറസ്റ്റ് ട്രക്കിംഗ് ആണ്. കേരളത്തിലെ സ്വകാര്യ അഹങ്കാരമായ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തുള്ള ഈ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് വാഴച്ചാലിൽ നിന്നാണ് കേട്ടോ. മോർണിംഗ് 7:30 തന്നെ വാഴച്ചാൽ ഫോറസ്റ്റ് സ്റ്റേഷനിൽ നമ്മളെത്തി. നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ എൻട്രി ചെയ്തു. ഇവിടെ നിന്ന് ഒരു ജീപ്പ് വഴി നമ്മൾ പെരിങ്ങൽകുത്ത് ഡാം വരെ പോയി അവിടെ നിന്നാണ് നമ്മുടെ ആക്ച്വൽ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ സേഫ്റ്റിക്കും വഴി കാണിക്കാനുമായിട്ട് നമ്മുടെ കൂടെ ഒരു ഫോറസ്റ്റ് ഓഫീസറും പിന്നെ ലോക്കൽ ഗൈഡുമാരും കൂടെ ഉണ്ടാവും. ആദ്യം തന്നെ ഒരു ചെറിയ ട്രക്കിംഗ് പ്ലാനും ഡു ആൻഡ് ഡോൺസിൻ്റെ ഒരു ഗൈഡ് ലൈൻസും എല്ലാം തന്നെ നമ്മുടെ ഓഫീസർ തന്നു. എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആണ് കേട്ടോ. ഈവൻ ഗണ്ണ് കൂടെ എടുത്താണ് സാധാരണ അവർ നമ്മുടെ കൂടെ വരിക. ഇപ്പോൾ നല്ല മഴയായതുകൊണ്ട് ഗണ്ണൊന്നും എടുത്തിട്ടില്ല അവർ. നല്ല മഴക്കാലമായതിനാൽ ലീച്ച് ഉണ്ടാവാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ലീച്ച് സോക്സ് എല്ലാം ഇട്ടു. ഈ ഫോറസ്റ്റിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയണ്ടല്ലോ, നല്ല ആനയുള്ള ഫോറസ്റ്റ് തന്നെയാണിത്. ഈവൻ ലെപ്പോർഡിനെ കൂടെ ഇവിടെ കാണാറുണ്ട്. എൻ്റെ കൂടെയുള്ള ആൾക്കാരെ ഞാൻ വഴിയെ പരിചയപ്പെടുത്താം. അങ്ങനെ ഞങ്ങൾ സുന്ദരമായ യാത്ര തുടങ്ങുകയാണ്. ബുക്കിംഗ് എല്ലാം തന്നെ നമ്മൾ നേരത്തെ ഫോൺ വഴി ചെയ്തിരുന്നു കേട്ടോ. ഒരാൾക്ക് 1000 രൂപയാണ് ഇവിടെ ചാർജ് ആകുന്നത്. അതിൽ തന്നെ ലഞ്ചും സ്നാക്സും ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. ഈ കാട്ടിലേക്ക് കയറുമ്പോഴുള്ള ആംബിയൻ്റ് തന്നെ ഒരു മനസ്സിന് വളരെ സമാധാനം തരുന്നൊരു ആംബിയൻ്റാണ്. വീക്ക് ഡേയ്സിലെല്ലാം തന്നെ നല്ല തിരക്കുള്ള വർക്കുകളെല്ലാം ആയതിനാൽ ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് മാറുമ്പോഴേക്കും മനസ്സ് വല്ലാതെ തന്നെ സമാധാനത്തിലേക്ക് വരും. ഈ ട്രക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് കൂടുതലൊന്നും നമുക്ക് അത്ര ഹാർഡ് ട്രക്കിംഗ് അല്ല കേട്ടോ. ഏകദേശം 13 കിലോമീറ്റർ നമുക്ക് നടക്കാനുണ്ടെങ്കിലും വഴികളെല്ലാം ഫ്ലാറ്റ് തന്നെയാണ്. കുറച്ച് ദൂരം മാത്രമേ സ്റ്റീപ്പായ കയറ്റം നമുക്ക് കയറാനുള്ളൂ. ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോഴേക്കും ചീവീടുകളുടെയും പക്ഷികളുടെയും ശബ്ദമല്ലാതെ ഒന്നും തന്നെ നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല. നമ്മൾ നടക്കുന്നത് പെരിങ്ങൽകുത്ത് റിസർവോയറിൻ്റെ കരയിലൂടെയാണ്. ഈ വെള്ളത്തിൻ്റെ അരികിലൂടെ വേണം നമുക്ക് ഫോറസ്റ്റ് ക്യാമ്പ് വരെ നമുക്ക് നടക്കാൻ. അങ്ങനെ നമ്മളൊരു ചെറിയ അരുവിയുടെ അടുത്തെത്തി. നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം, നല്ല തണുപ്പുമുണ്ട്. നല്ല കാടിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു അരുവി, നല്ല ഫീൽ. കുറച്ചു ദൂരം മുന്നോട്ട് ചെന്നപ്പോൾ നമ്മൾ കുറച്ചുകൂടി വലിയ ഒരു അരുവിയുടെ അടുത്തെത്തി. മനസ്സിന് വല്ലാത്തൊരു ആനന്ദം. അവിടെ ബാഗൊക്കെ വെച്ച് നല്ല ആവേശമുള്ളത് കൊണ്ട് തന്നെ നടന്ന ക്ഷീണമൊന്നും കൂടുതൽ തോന്നിയില്ല. കുറച്ചു പേർ അപ്പോഴേക്കും ഫോട്ടോ എടുപ്പും എല്ലാം തുടങ്ങി. അപ്പോഴേക്കും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഗൈഡ് നമുക്കുള്ള സ്നാക്സും കൊണ്ടുവന്നു. ഇലയട. ഇത്തരമൊരു ആംബിയൻറ്റ് ആയതുകൊണ്ടാവാം എന്തോന്നും അറിയില്ല, നല്ല ടേസ്റ്റ്. ഈ ട്രക്കിംഗ് പ്രോഗ്രാമിൻ്റെ ഒരു റീഫ്രഷ്മെൻ്റ് ആയിട്ട് ഇവർ തന്നെ കൊടുക്കുന്ന കേട്ടോ. നല്ലൊരു ട്രിപ്പാണ് കേട്ടോ ഇത്. ഏകദേശം 13 കിലോമീറ്റർ ദൂരമുണ്ട് ഇങ്ങോട്ട്, അപ്പ് ആൻഡ് ഡൗൺ. ഈ സ്ഥലത്തേക്ക് വരാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ഫോൺ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. ആ ഫോൺ നമ്പറിൽ ഫോൺ ചെയ്ത് ബുക്ക് ചെയ്താൽ അവരതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്.
ഫോറസ്റ്റുകാർ ഉണ്ടാക്കിയ ഒരു ഹട്ടും ഞങ്ങൾ കണ്ടു. അവിടെ അതിൽ കയറാനുള്ള സ്റ്റെപ്പുകളെല്ലാം തന്നെ നശിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് അതിലേക്ക് കയറുന്നതിനെ പറ്റിയുള്ള ചിന്തകളെല്ലാം തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നു. നമ്മുടെ യാത്രയിലുടനീളം ഗൈഡാണ് കേട്ടോ നമ്മുടെ മുമ്പിൽ നടക്കുന്നത്. വഴി കാണിക്കുന്നതിനൊപ്പം ഇത്തരം അപകടങ്ങളും പെട്ടെന്ന് അവർക്ക് കാണാൻ പറ്റും. ഒരു ചെറിയ പാമ്പ്, ഒരുപക്ഷെ നമ്മളായിരുന്നു മുമ്പിൽ നടക്കുന്നതെങ്കിൽ ഇതിനെ കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മളെ ഗൈഡുമാർ ചുറ്റുപാടുമുള്ള എല്ലാത്തിനെയും നിരീക്ഷിച്ച് വളരെ ശ്രദ്ധയിലാണ് നടക്കുന്നത്. ചെറിയ ചീവീടുകൾ വരെ അവർ കാണിച്ചു തരുന്നുണ്ട് നമുക്ക്. ഇന്ന് വരെ കാണാത്ത തരത്തിലുള്ള സ്പൈഡർ, ചീവീടുകൾ. എന്തായാലും കുറച്ച് ദൂരം നടന്നപ്പോഴേക്കും മരത്തിൻ്റെ മുകളിൽ നമ്മൾ ഒരാളെ കണ്ടു. ആ ആൾ കണ്ടപ്പോൾ തന്നെ നമ്മുടെ കൺവട്ടത്തിൽ നിന്ന് മാറി നിൽക്കാനാണ് നോക്കുന്നത്. ഒരു സിംഹവാലൻ കുരങ്ങ്. നല്ല കറുത്ത രോമവും വലിയ വാലുമാണ് ഇവരുടെ പ്രത്യേകത. മനുഷ്യന്മാരെ കാണാൻ അത്രയ്ക്ക് താല്പര്യമില്ലാത്തവരാണ് ഈ കൂട്ടർ. നമ്മൾ മാത്രമായിരിക്കും ഒരു ആനയെപ്പോലും കാണാതെ ഈ കാട്ടിലൂടെ ഇത്രയും നേരം നടന്ന ആദ്യത്തെ വ്യക്തികളെന്ന് തോന്നുന്നു. കാരണം ഇവിടെ അത്രയ്ക്കും ആനകളുള്ള സ്ഥലം തന്നെയാണ്. മലക്കപ്പാറ പോകുമ്പോൾ പോലും റോഡിൽ വരെ നമുക്ക് ആനകളെ കാണാമെങ്കിൽ ഇവിടെ കാണാത്ത നമ്മൾ തീരെ ഭാഗ്യം കുറഞ്ഞവർ തന്നെയല്ലേ. അങ്ങനെ നമ്മൾ ഫോറസ്റ്റ് ക്യാമ്പിലെത്തി. ചുറ്റും വലിയ ട്രഞ്ചുകളെല്ലാം ഉണ്ടാക്കിയ ഒരു വീട് പോലെ തോന്നിക്കുന്ന ഒരു കെട്ടിടം. ആദ്യമേ തന്നെ ഒരു ചെറിയ പാലം വഴി ആ ട്രഞ്ചിനപ്പുറത്തേക്ക് നമ്മൾ ഇറങ്ങി. മുറ്റത്ത് തന്നെ നല്ലൊരു ഭംഗിയുള്ള ഒരു സിറ്റിംഗ് പ്ലേസ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഇത്രയും നടന്നപ്പോഴേക്കും കുറച്ച് ക്ഷീണിച്ചിട്ടുണ്ട്. നല്ല വിശപ്പും തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഇടതുവശത്ത് നല്ല പുഴ ഒഴുകുന്നുണ്ട് കേട്ടോ. ഈ പുഴയും ഒരുപക്ഷെ നമ്മൾ കാണുന്ന പെരിങ്ങൽകുത്ത് റിസർവോയിൽ തന്നെ ആയിരിക്കും ഒന്ന് ചേരുന്നുണ്ടാവുക. കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോഴേക്കും നമ്മുടെ ലഞ്ചെല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല സാമ്പാർ, അതിൻ്റെ കൂടെ അച്ചാർ, പപ്പടം. ഫുഡിന് വളരെയധികം മെനു ഒന്നും ഇല്ലെങ്കിലും വളരെ ടേസ്റ്റ് തോന്നി. ഇത്രയും വയറ് നിറച്ച് അടുത്തൊന്നും ഭക്ഷണം കഴിച്ചിട്ടില്ല. നല്ല വിശപ്പുണ്ടായിരുന്നു. കാരണം ഇത്രയും ദൂരമൊന്നും സാധാരണ ട്രക്കിങ്ങിൽ നടന്നിട്ടില്ല. ട്രെഞ്ചിൻ്റെ അപ്പുറത്തേക്ക് ഇറങ്ങി പുഴയുടെ ഭംഗിയെല്ലാം ആസ്വദിച്ച് തിരിക്കുന്നതിനിടക്ക് കട്ടൻ ചായയുമായിട്ട് വന്നു അവർ. എന്തായാലും മനസ്സിന് ഒരുപാട് സമാധാനവും കൂൾനെസ്സും തന്നാണ് ഈ ഫോറസ്റ്റിനോട് വിട പറഞ്ഞുകൊണ്ട് നമ്മൾ വീണ്ടും എന്നെങ്കിലും വരാൻ പറ്റുമെന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി താഴേക്കിറങ്ങി.